ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ പകരുന്ന, കാഴ്ചാനുഭവം തരുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വൃക്ഷപരിചയത്തിൽ. സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ മനോഹാരിത കണികൊണ്ടുകൊണ്ടാണ് കേരളീയർ കാർഷിക വർഷപ്പിറവി ദിനമായ വിഷു ആഘോഷിക്കുന്നത്. സ്വർണ്ണവർണ്ണത്തിൽ പൂക്കൾ നിറഞ്ഞ മരം നമ്മുടെ മനസ്സിന് ആനന്ദവും സന്തോഷവും തരുന്നുണ്ട്. ഭാരതത്തിലുടനീളം അലങ്കാര വൃക്ഷമായും തണൽ വൃക്ഷമായും ഒക്കെ കണിക്കൊന്ന നട്ടു വളർത്തുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കണിക്കൊന്നയുടെ പൂക്കാലം. ശേഷം 1-2 മാസത്തിനകം തന്നെ മുരിങ്ങയോട് സാദൃശ്യമുള്ള കായ്കളും പാകമായി വരുന്നത് കാണാം. ചിത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അത് ഔഷധ ഗുണങ്ങളേറെയുള്ള കണിക്കൊന്നയുടെ തൊലി ആയുർവേദ ചികിത്സയിൽ കഷായങ്ങൾ ഉൾപ്പെടെ പല വിധത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായി കണിക്കൊന്ന നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലാ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട്. തായ്ലൻഡിൻ്റെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവും കണിക്കൊന്നയാണ്. നമ്മുടെ വിഷു ഉത്സവത്തിൽ കണിക്കൊന്നയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്ര പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. വിഷുക്കണിക്കായിട്ട് ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ പ്രധാനമാണ് കണിക്കൊന്ന പൂക്കൾ. കണിക്കൊന്ന എന്ന പേര് ലഭിച്ചതും ഈ ആചാരത്തിൽ നിന്നാണ്. ഗോൾഡൻ ഷവർ ട്രീ എന്ന് ഇംഗ്ലീഷിലും കർണികാരം എന്ന് സംസ്കൃതത്തിലും പേരുള്ള ഫബേഷിയെ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ്. നമ്മളെല്ലാം ആകർഷിച്ചിട്ടുള്ള ഒത്തിരി സിനിമാ ഗാനങ്ങളിലും ഈ കണിക്കൊന്ന ഇടം പിടിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ യൂറോപ്പിൽ കാണുന്ന ലെബർണം എന്ന വൃക്ഷത്തിൻ്റെ പൂക്കളോട് കണിക്കൊന്ന പൂക്കൾക്ക് സാമ്യമുണ്ട്. കുലകളായി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഘടനയുള്ളതിനാൽ ഇന്ത്യൻ ലെബർണം എന്നൊരു പേരും കണിക്കൊന്നക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള മനോഹര കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഇത് അടുത്ത തലമുറയ്ക്ക് കൂടി ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, ഇത് സംരക്ഷിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്തമൊക്കെ നമുക്ക് കൂടി ഉണ്ട് എന്നുള്ള കാര്യം സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇത്രയൊക്കെയാണ് കണിക്കൊന്നയുടെ അടിസ്ഥാന വിവരങ്ങൾ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് തരിക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒരു കമൻ്റായിട്ട് കുറിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.